സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമസ്കാരമുണ്ടേ. തിരുവനന്തപുരത്തെ വാഴോട്ടുകോണത്തെ സുഗതൻ വെറും ഒരു വാഴയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജയിലിൽ സത്യപ്രതിജ്ഞ എന്ന അപൂർവ സംഭവത്തിന് വിയൂർ സാക്ഷിയായി. കപ്പ നിയമപ്രകാരം തടവിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും. സുഗതനാണ് ഇപ്പോൾ താരം. പോലീസ് വെടിവെച്ച് പിടിക്കാൻ ശ്രമിച്ച സുഗതനാണ്. സുഗതനെ പിടിക്കാൻ സുഗതന്റെ കുണ്ടിക്കിട്ട് വെച്ച ഉണ്ട രണ്ടുണ്ടയായി തിരിഞ്ഞ് LDF കൗൺസിലർ ദീപകിന്റെ കുണ്ടിക്കും UDF കൗൺസിലർ ശബരിനാഥിന്റെ കുണ്ടിക്കും ഇരിക്കുകയാണ്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെന്റ്. കർമ്മം പുണ്യമായാൽ ധർമ്മം പുനർജനിക്കുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതല്ലേ സത്യം? ഒരടി ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ ധൈര്യം ഇല്ലെന്നേ ഒരുത്തനും. വെറുതെ വളവളെന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദ്രോസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ലൊരു അടി കണ്ടിട്ട് കാലം എത്രയായി. സുഗതന്റെ കുണ്ടിക്കിട്ട് വെച്ച ഉണ്ട വഴിതെറ്റി CPM കൗൺസിലർ ദീപകിന്റെ കുണ്ടിയിലെത്തിയപ്പോൾ എന്തോ പറയണമെന്ന് തോന്നി. പിന്നെ നഗരത്തിൽ താമസിക്കുന്നവർ ഇന്നിപ്പോൾ പറയുന്നത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്നുള്ള പേര് മാറിയിട്ട് യഥാർത്ഥത്തിൽ ഇതൊരു കാപ്പ കോർപ്പറേഷനായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? കേരളത്തിലെ രണ്ട് യുവാക്കൾ മാറി മാറി സംസാരിക്കുന്നത് കേട്ടാൽ എല്ലാം മനസ്സിലാകും. VV രാജേഷ് മേയർ ആയതോടെ ഉറക്കം പോയത് ഇവിടുത്തെ CPMകാരായിട്ടുള്ള ഇവിടുത്തെ സഖാക്കന്മാർക്കാണ്. കാരണം ഇത്രയും നാളും കട്ട് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കട്ട് തിന്നുകൊണ്ടിരുന്നതും ഗുണ്ടാപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നതെല്ലാം കയ്യേറി വെച്ചിരുന്ന കെട്ടിടങ്ങളും എല്ലാം തിരിച്ചു പിടിച്ചു. VV രാജേഷ് ശക്തനായ മേയറാണെന്ന് തെളിയിച്ചു. കേരളത്തിലെ BJP എങ്ങനെയാണ്, VV രാജേഷ് എങ്ങനെയാണെന്ന് ഞാൻ എല്ലായിടവും പയറ്റി കലക്കി കൈ കൊടുത്ത് രണ്ടുപേരും കണ്ണീരും കൈയുമായിട്ട് രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. CPM നിങ്ങൾക്ക് ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഉള്ള മാൻഡ്രാക്കിനെ എടുത്തു കളഞ്ഞിട്ട് പുതിയ മാൻഡ്രാക്കിനെ പ്രതിഷ്ഠിച്ചില്ല എങ്കിൽ CPM നിങ്ങളെ കേരളം സിക്സർ അടിച്ച് കളയും കേട്ടോ. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. CPM ഇപ്പോൾ എവിടെ തൊട്ടാലും പണിയാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ CPMനെ. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടന്ന എല്ലാ അഴിമതികളെയും അണ്ണം പൊക്കും. അണ്ണം ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പാളയം മാർക്കറ്റിൽ CPMന്റെ മാസപ്പടി പിരിച്ചുകൊണ്ടിരുന്ന ആ പണത്തിനൊരു കുറവ് വരുമ്പോഴും CPM നിങ്ങളെ നിങ്ങൾ തന്നെ കാത്തോളി. ഒരു 100 രൂപ വെച്ചെത്താൻ തരില്ലേ? പൂജപ്പുറ സെൻട്രൽ ജയിലേ ഓക്രികൾക്കുള്ളതാ. സംസ്ഥാനത്തെ CPMന്റെ മുഴുവൻ കടകളെയും പൊക്കും. എല്ലാ കടകളെയും പൊക്കി അണ്ണൻ നഗരസഭയ്ക്ക് തന്നെ തിരിച്ചേൽപ്പിക്കും. കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ, സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ.